ഡിയർ സ്റ്റുഡൻസ്, ഫിസിക്സിന്റെ ഒന്നാം ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലത്തെക്കുറിച്ചെല്ലാം പഠിച്ചു കഴിഞ്ഞു. ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ പ്രകാശഫലങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻകാൻഡസന്റ് ബൾബുകളെ കുറിച്ചും ഡിസ്ചാർജ് ലാമ്പ്, ആർക്ക് ലാമ്പ് എന്നിവയെക്കുറിച്ചും അവയുടെ ഗുണദോഷ വശങ്ങളെ കുറിച്ചുമെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഊർജക്ഷമത കൂടിയതും പരിസര മലിനീകരണം കുറഞ്ഞതുമായ ബൾബുകളെ കുറിച്ചുള്ള അന്വേഷണ ഫലമായാണ് LED ബൾബുകൾ കണ്ടെത്തുന്നത്. ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഡയോഡുകളാണ് LEDകൾ. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. മറ്റുള്ളവയേക്കാൾ എന്ത് മേന്മയാണ് LED ബൾബുകൾക്കുള്ളത്? വൈദ്യുതി ഉപയോഗം വളരെ കുറവാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ വെളിച്ചത്തിനൊട്ട് കുറവില്ല താനും. അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ലിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. വളരെ കൂടുതൽ കാലം LED ബൾബുകൾ നിലനിൽക്കുകയും ചെയ്യും. ഹൈ ലോങ്ങിവിറ്റി ഉണ്ട്. ഇൻകാൻഡസന്റ് ബൾബുകൾക്ക് പ്രകാശത്തോടൊപ്പം ഒരുപാട് ഊർജം താപരൂപത്തിലും നഷ്ടമായി പോകുന്നുണ്ട്. LED ബൾബുകൾക്ക് അങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. കാരണം LEDകൾക്ക് ഫിലമെന്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. As there is no filament, there is no loss of energy in the form of heat. അതുപോലെ തന്നെ മെർക്കുറി കണ്ടന്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പരിസര മലിനീകരണവും LED ബൾബുകൾക്ക് ഉണ്ടാകുന്നില്ല. No harmful to environment. LED ബൾബുകളുടെ മേന്മകൾ നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ? LED ബൾബുകളുടെ ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ? പ്രധാനമായും 6 ഭാഗങ്ങളാണ് ഒരു LEDയിലുള്ളത്. ബൾബിനെ ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ലോഹഭാഗമാണ് ബേസ് യൂണിറ്റ്. ദിസ് ഈസ് ദ മെറ്റാലിക് പാർട്ട് ദാറ്റ് കണക്ട്സ് ദ ബൾബ് ടു ദ ഹോൾഡർ. ഹോൾഡറിൽ ഉറപ്പിക്കുന്ന ലോഹ പ്ലേറ്റാണ് ബേസ് പ്ലേറ്റ്. ഹീറ്റ് സിങ്ക് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഫോർ അബ്സോർബിംഗ് ഹീറ്റ് ഫ്രം ദ ബേസ്. Back conductor screws are used to fix wires from LED drives to the base unit. Power supply board helps to convert AC into DC and supply necessary output voltage. LED ചിപ്പ് ബോർഡുകളിലാണ് LEDകൾ ഉറപ്പിച്ചിരിക്കുന്നത്. ബൾബിൽ നിന്ന് പ്രകാശം പുറത്തു വരുന്ന ഭാഗമാണ് ഡിഫ്യൂസർ കപ്പ്. This is the part from which light comes out of the bulb. ഈ LED ബൾബിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഈ കാണുന്നതാണ് അതിന്റെ ബാക്ക് കണ്ടക്ടർ സ്ക്രൂ എന്നറിയപ്പെടുന്നത്. ഇത് ബേസ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഈ ഭാഗത്തിന് വെളിച്ചം നൽകുന്ന കപ്പ് പോലെയുള്ള ഈ ഭാഗമില്ലേ, ഇതാണ് ഡിഫ്യൂസർ കപ്പ്. ഈ ഡിഫ്യൂസർ കപ്പിനെ നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ? ചെറിയൊരു കത്തി ഉപയോഗിച്ച് ഈ ഡിഫ്യൂസർ കപ്പ് നമുക്ക് തുറക്കാവുന്നതേ ഉള്ളൂ. ഇതിന് സൈഡിൽ അല്പം ബലം പ്രയോഗിച്ചാൽ മതി.
ഇതാ ഈ കാണുന്നതാണ് LED-കൾ. ഒരുപാട് LED-കൾ ശ്രേണീ രൂപത്തിലാണ് LED ബൾബിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ LED ബൾബുകളെ ഹീറ്റ് സിങ്ക് ഉപയോഗിച്ച് ബേസ് പ്ലേറ്റിലാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഈ ബേസ് പ്ലേറ്റിനെയും തുറന്നു നോക്കിയാലോ? ചെറിയൊരു കത്തി ഉപയോഗിച്ച് നമുക്ക് ഈ ബേസ് പ്ലേറ്റിനെ ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ കാണുന്നതാണ് അതിന്റെ പവർ സപ്ലൈ ബോർഡ്. ഈ സ്ക്രൂവിന്റെ ഭാഗം അല്പമൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് തുറന്നെടുക്കാം. കണ്ടോ, ഒരുപാട് റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും ഒക്കെ അടങ്ങുന്നതാണ് ഇതിന്റെ പവർ സപ്ലൈ ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് LED-യുടെ ഭാഗങ്ങൾ മനസ്സിലായി കാണുമല്ലോ. പൂർത്തിയായ ഒരു LED സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു LED ബൾബ് നിർമ്മിക്കാൻ എന്തെല്ലാം വേണം നമുക്ക് നോക്കാം. ഇൻസുലേഷൻ ടേപ്പ്, പ്ലെയർ, heat sink compound, wire stripper, soldering iron, solder and soldering wax are the accessory tools required to construct an LED bulb. സാധാരണഗതിയിൽ LED ബൾബിൽ രണ്ടു തരം തകരാറുകളാണ് ഉണ്ടാവുക. ഒന്ന് അതിന്റെ LED-കൾ ബന്ധപ്പെട്ടതാണ്, അടുത്തത് അതിന്റെ പവർ സപ്ലൈ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടത്. LED-കൾ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ശ്രേണി രീതിയിലാണ്, സീരീസ് കണക്ഷൻ. സീരീസ് കണക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഘടകത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ മൊത്തം സർക്യൂട്ട് വർക്ക് ചെയ്യില്ല എന്ന്. ഇവിടെയും ആ പ്രശ്നം തന്നെയാണ്. എല്ലാ LED ബൾബുകളും കേടായിട്ടുണ്ടാവില്ല, ഏതെങ്കിലും ഒരു ബൾബിനായിരിക്കും തകരാറ്. അത് നമ്മൾ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കത് വീണ്ടും ഉപയോഗിക്കാം. അടുത്ത പ്രശ്നം വരുന്നത് പവർ സപ്ലൈ ബോർഡുമായിട്ടാണ്. പവർ സപ്ലൈ ബോർഡിലുള്ള റെസിസ്റ്ററിനോ കപ്പാസിറ്ററിനോ റെക്ടിഫയറുകൾക്കോ ഏതെങ്കിലും ഒന്നിന് തകരാറ് വന്നാലും ഈ LED ബൾബ് വർക്ക് ചെയ്യുകയില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ റെസിസ്റ്ററുകളും ഏതാണോ കേടായത് അത് റീപ്ലേസ് ചെയ്ത് പുനരുപയോഗിക്കാവുന്നതാണ്. അതുമല്ല എങ്കിൽ ഈ ബോർഡ് തന്നെ നമുക്ക് മാറ്റി വാങ്ങി ഉപയോഗിക്കാം. കുറഞ്ഞ തുകയ്ക്ക് ഈ ബോർഡ് വാങ്ങിക്കാൻ കിട്ടും. അത് മാറ്റി ഇതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നമ്മുടെ LED ബൾബ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. LED ബൾബുകളുടെ കേടുപാടുകൾ തീർക്കാൻ ആവശ്യമായ കുറച്ച് ടൂൾസ് നമുക്ക് പരിചയപ്പെട്ടാലോ? Soldering iron, multimeter, tester, screwdriver, LED chip, nose pliers and tweezers are the tools required to repair LED bulbs. ഇത് കേടായ ഒരു LED ബൾബാണ്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്താലോ? കത്തുന്നില്ല അല്ലേ? ഇതിന് എന്താണ് പ്രശ്നം എന്ന് നോക്കണ്ടേ? സാധാരണഗതിയിൽ ഒരു LED ബൾബിന് രണ്ട് തരത്തിലാണ് തകരാറുകൾ ഉണ്ടാവുന്നത്. ഒന്ന് അതിന്റെ LED ചിപ്പുമായിട്ട് ബന്ധപ്പെട്ട്, അടുത്തത് അതിന്റെ പവർ സപ്ലൈയും. ഇവിടെ എന്താണ് പ്രശ്നമെന്ന് നോക്കാം. പതിയെ നമ്മൾ ഡിഫ്യൂസർ കപ്പ് ഊരിയെടുക്കുന്നു. ഈ ഓരോ LED-കളും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതിനുവേണ്ടി ഒരു മൾട്ടിമീറ്റർ നമുക്ക് ഉപയോഗിക്കാം. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഓരോ LED-യും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഒരു LED, ഈ അവസാനത്തെ ഈ ഒരു LED-യിൽ മൾട്ടിമീറ്റർ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കത്തുന്നത്. അതിന് കാരണം അത് കേടായിരുന്നു എന്നതാണ്. ആ ഒരു LED ആണ് ഇതിൽ കേടായിരുന്നത്. അത് നമുക്ക് റീപ്ലേസ് ചെയ്യുകയോ
അതിൽ ശരിയാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബൾബ് വർക്ക് ചെയ്യിക്കാൻ പറ്റും. നമുക്കൊന്ന് ശ്രമിച്ചാലോ? ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ മൾട്ടിമീറ്റർ ഇല്ല എന്ന് വിചാരിച്ചോ. നമുക്ക് LED ബൾബുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വയർ ഉപയോഗിച്ചാലും മതി. എങ്ങനെയാന്ന് കാണിച്ചു തരാം. കണ്ടോ? മൾട്ടിമീറ്റർ ഇല്ലെങ്കിലും നമുക്ക് LED വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു വയർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സൈഡിലുള്ള LED ആണ് കേടായതെന്ന്. നമുക്ക് ആദ്യം അതൊന്ന് ചുരണ്ടി കളയണം. ചെറിയ കത്തി എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ പരമാവധി ആ LED ഇങ്ങനെ ചുരണ്ടി കളഞ്ഞു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണ്ടോ? ഡിഫ്യൂസർ കപ്പ് ഓക്കെ, ഇപ്പൊ ഈ ബൾബ് കത്തുന്നുണ്ട്. ആദ്യം ഇത് 9 വാട്ടിൻ്റെ ബൾബായിരുന്നു. ഒരു LED നമ്മൾ റിമൂവ് ചെയ്തു, അപ്പോൾ 8 വാട്ടായി. എന്നാലും കുഴപ്പമില്ല, കത്തുന്നുണ്ടല്ലോ. നമുക്കിത് കുറേ കാലം കൂടി ഇങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത്തരത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട LED ബൾബുകൾ നിങ്ങൾ പുനരുപയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. ഉപയോഗശൂന്യമായ LED ബൾബുകളെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു LEDയിലുള്ള പ്ലാസ്റ്റിക് ഭാഗങ്ങൾ, ലോഹ ഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഭാഗങ്ങൾ എന്നിവയെ വേർതിരിച്ചാണ് സംസ്കരിക്കേണ്ടത്. പരിസ്ഥിതി സൗഹൃദപരമായി ഊർജം സംരക്ഷിക്കുന്നതിന് ഏറ്റവും അനുയോജ്യം LED ബൾബുകൾ തന്നെയാണ്. ഊർജം സംരക്ഷിക്കുന്നത് ഊർജം നിർമ്മിക്കുന്നതിന് തുല്യമാണ്. Energy saved is equivalent to energy produced. Thank you.